2020 ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട വിശാല ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ജയിലിൽ തുടരും. ഇരുവരുടെയും ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. രണ്ടുപേർക്കുമെതിരെ UAPA പ്രകാരം പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഉമർ ഖാലിദും ഷർജിൽ ഇമാമുമാണ് കലാപ ഗൂഢാലോചനയുടെ കേന്ദ്രബിന്ദുക്കളെന്ന ദില്ലി പോലീസിന്റെ വാദം ശരിവെച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി. കലാപം ആസൂത്രണം ചെയ്യുന്നതും ആളെ കൂട്ടുന്നതും തന്ത്രപരമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനുമാണ് ഇരുവരും ശ്രമിച്ചതെന്ന ദില്ലി പോലീസിന്റെ വാദവും സുപ്രീംകോടതി അംഗീകരിച്ചു. UAPA നിയമം അനുസരിച്ച് ചുമത്തിയ കുറ്റങ്ങൾ ഇരുവർക്കുമെതിരെ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും. കേസിലെ സാക്ഷ്യവിസ്താരം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകാനാവില്ല എന്നുമാണ് ജാമ്യം നിഷേധിച്ച സുപ്രീംകോടതി വിധിയിലെ നിരീക്ഷണം. കേസ് ദേശീയ സുരക്ഷയുടെ വിഷയമാണ്. വിചാരണ വൈകുന്നത് ജാമ്യം ലഭിക്കാനുള്ള മതിയായ കാരണമല്ല. സാക്ഷ്യവിസ്താരം പൂർത്തിയാകുന്ന മുറയ്ക്കോ 1 വർഷത്തിനു ശേഷമോ ഇരുവർക്കും വീണ്ടും ജാമ്യാപേക്ഷ നൽകാമെന്നും സുപ്രീംകോടതി. ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫാഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷദബ് അഹമ്മദ് എന്നിവർക്ക് സുപ്രീംകോടതി ജാമ്യവും നൽകി. 5 പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കുന്നില്ലെന്നാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ജാമ്യവ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാൻ വിചാരണ കോടതിക്ക് തീരുമാനമെടുക്കാം. വിചാരണ കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്നുമാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ജാമ്യാപേക്ഷ ലഘുവിചാരണയല്ല. അന്വേഷണത്തിലൂടെ പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം വെളിപ്പെടുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. കുറ്റകൃത്യത്തെ സംബന്ധിച്ച് വിശദ പരിശോധന നടത്തേണ്ടത് വിചാരണ കോടതിയാണെന്നുമാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.